Good morning. So ഇത് ജൂൺ 1 6th month ഓഫ് 2025 നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഈ ഒരു 2025 എന്താണ്, സ്നേക്ക് ഇയർ ആണ് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജൂൺ 1 എത്തുന്നുണ്ട്. നാളെ തൊട്ട് സ്കൂളൊക്കെ ഓപ്പൺ ചെയ്യുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ കോട്ട് പറയാം. വ്യക്തിയുടെ ഉയർച്ചയാണ് ലോകത്തിൻ്റെ ഉയർച്ച. സ്വപരിവർത്തനത്തിന് തുടക്കം കുറിക്കൂ. എന്തുകൊണ്ടാണ് കുറേ പേര് യൂണിവേഴ്സ് സ്പിരിച്വൽ ജേർണിയിൽ കൊണ്ടിടുന്നത്? നമ്മൾ ഓരോരുത്തരും ഒരു ഫാമിലിയിൽ ഇപ്പോൾ 10 പേരുണ്ടെങ്കിൽ ഒരു വീട്ടിൽ ഒരാൾ എനർജി മാറുന്നതനുസരിച്ചിട്ട് ഇവരുടെ എനർജി എല്ലാവരിലേക്കും സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓട്ടോമാറ്റിക്കലി ആ ഫാമിലി മാറുന്നു, പിന്നെ ആ കുഞ്ഞു സൊസൈറ്റി മാറുന്നു. ആ സൊസൈറ്റിയിൽ നിന്ന് പിന്നെ ലോകത്തിലേക്കാണ് വൈബ്രേഷൻസ് ചേഞ്ച് ആവുന്നത്. ഇപ്പോൾ ഒരു 3 years ആയിട്ട് ഒരുപാട് സ്പിരിച്വൽ ആയിട്ടുള്ള വീഡിയോസും ചാനൽസും വരുന്നത് എന്തുകൊണ്ടാണ്? എല്ലാവരും സ്പിരിച്വൽ ഭാഗത്തേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നു. സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഹീലിങ്ങിന് വേണ്ടിയിട്ട് ഹീലിംഗ് ചെയ്യുന്നു. കാരണം എനർജി അത്രയും മോശമായതുകൊണ്ടാണ്. അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് സ്പിരിച്വൽ അവേക്കണിങ് തരുന്നത്. ഓക്കെ, അപ്പൊ സ്വപരിവർത്തനം ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, ലോകത്തിന് തന്നെ പരിവർത്തനത്തിനുള്ള സ്റ്റാർട്ടിംഗ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും സ്വയം മാറാൻ ശ്രമിക്കുക. നമ്മളെല്ലാവരും ഈ യൂണിവേഴ്സിലേക്ക് എനർജി കൊടുക്കുന്നുണ്ട്. ഞാൻ ഇന്നിരുന്ന് ടെൻഷൻ അടിക്കുമ്പോൾ എൻ്റെ എനർജി ഭൂമിയിൽ മുകളിലേക്ക് എത്തും. ഇതൊക്കെ പ്രകൃതി ദുരന്തത്തിന് കാരണമാക്കുന്നുണ്ട്. പല രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് കാരണമാക്കുന്നുണ്ട്. അപ്പം നല്ല വൈബ്രേഷൻസ് കൊടുക്കുക. ഓക്കെ, ഇന്നലെ പറഞ്ഞ പോലെ ചെടിയൊക്കെ നടുക കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് ഞാൻ കുറച്ച് സിംറ്റംസ് പറയാം. ട്വിൻ ഫ്ലെയിം ജേർണി പോകുന്നവർ കാണുന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഹാർട്ടിൽ ഭയങ്കര ഭാരം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ത്രോട്ട് ചക്രയിൽ കോൾഡ്, കഫ്, ഈ ഒരു മുകളിലത്തെ ഭാഗങ്ങൾ നന്നായിട്ട് ക്ലെൻസ് ആവുന്നുണ്ട്. സോളാർ പ്ലെക്സസ് ചക്രയിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ചേഞ്ചസ് നടക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് റൂട്ട് ചക്ര താഴത്തെ ഭാഗത്തൊക്കെ കാല് മുട്ടുവേദന അല്ലെങ്കിൽ ഭയങ്കര എന്തോ ഒരു പെയിൻ ഇങ്ങനെ പോകുന്നത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഭാഗമാണ് കേട്ടോ. കാരണം ഹ്യൂജ് ആയിട്ടുള്ള ഷിഫ്റ്റാണ് നടക്കുന്നത്. സ്പിരിച്വൽ സൈഡിൽ DM-ന്റെ സൈഡിൽ നല്ല രീതിയിലുള്ള ചേഞ്ചസ് നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഇന്നത്തെ കാർഡ് മൂൺ കാർഡാണ്. ഓക്കെ, ഞാൻ വേഗം കാർഡ് എടുത്തിട്ട് റീഡ് ചെയ്യാൻ ഞാനൊന്ന് പോസ് ചെയ്യുന്നുണ്ട്. 4 കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഒക്കെ ഒന്ന് സ്പിരിച്വൽ അവേക്കനിങ്ങിനെ പറയുന്ന കാർഡ്സുകളാണ് കേട്ടോ. നല്ല രീതിയിൽ സ്പിരിച്വൽ അവേക്കനിങ് നടക്കുന്നുണ്ട്. ആൻഡ് 4 of Swords ആണ്. അതിന്റെ ഭാഗമായിട്ട് പെയിൻ വരുന്നു, വിഷമിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്, കാർമിക് ട്രിഗേഴ്സ് ഉണ്ട്. മൂൺ കാർഡാണ്. വിചാരിച്ച പോലെയൊന്നല്ല ആളുകൾ. അവരുടെ നാസ സ്വഭാവം കാണാൻ സാധിക്കും. അവർ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടായിരിക്കും, ഹേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മുടെ ഈഗോടത്താണ് സംഭവിക്കുന്നത്. ആൻഡ് 5 of Cups, നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ സെൽഫ് ലവിലേക്ക് വരുന്നു. നമ്മളെ വേണ്ടാത്ത ആൾക്കാരെ മാറ്റി നിർത്താൻ പഠിച്ചു. വേണ്ട, പോട്ടെ നമുക്ക് നമ്മൾ മതി എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നിങ്ങൾ ഒരുപാട് പേര് വരുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെ ചൂസ് ചെയ്യാൻ തുടങ്ങുന്നു. അത് തന്നെയാണ് വലിയ അവേക്കണിങ്. ഓക്കെ.